PSC ഡയറിയിലേക്ക് സ്വാഗതം. IT എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ IT എന്നത് ഒരു സിലബസിലെ കോമൺ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ വീഡിയോയും കാണുന്തോറും നിങ്ങൾക്ക് IT കൂടുതൽ എളുപ്പമായി മാറുന്നതാണ്. ITയുടെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ആദ്യത്തെ ക്ലാസ് കൂടി കാണുക. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. IT ആക്ട് ഇൻ ഇന്ത്യ വാസ് അമെൻഡഡ് ഇൻ, അതായത് ഇന്ത്യയിലെ IT ആക്ട് ഭേദഗതി ചെയ്ത വർഷം ഏത്? ശരിയുത്തരം ഓപ്ഷൻ ഡി 2008. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ നിയമമാണ് IT ആക്ട് 2000 എന്നറിയപ്പെടുന്നത്. അതായത് ദ പ്രൈമറി സോഴ്സ് ഓഫ് സൈബർ ലോ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം IT ആക്ട് 2000. ഇന്ത്യയിൽ IT ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ തീയതി എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം 2000 ജൂൺ 9. അതായത് IT ആക്ട് ഇൻ ഇന്ത്യ വാസ് ഇനാക്റ്റഡ് ഓൺ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 2000 ജൂൺ 9. ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വന്നതെന്ന് എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 2000 ഒക്ടോബർ 17. അതായത് IT ആക്ട് ഇൻ ഇന്ത്യ വാസ് കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 2000 ഒക്ടോബർ 17. ശ്രദ്ധിക്കുക, IT ആക്ട് ഇൻ ഇന്ത്യ വാസ് ഇനാക്റ്റഡ് ഓൺ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 2000 ജൂൺ 9. അതല്ല IT ആക്ട് ഇൻ ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 2000 ഒക്ടോബർ 17. ഇന്ത്യയിലെ ഈ IT ആക്ട് 2008 ഭേദഗതി ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ IT ആക്ട് ഇൻ ഇന്ത്യ വാസ് അമെൻഡഡ് ഇൻ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 2008. IT ആക്ട് 2008 ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: 2008 IT ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസാക്കിയതെന്ന്? ഉത്തരം 2008 ഡിസംബർ 23. അതായത് IT അമെൻമെൻറ്റ് ആക്ട് 2008 വാസ് പാർലമെൻറ്റ് പാസ്ഡ് ഓൺ. ആൻസർ 2008 ഡിസംബർ 23. മറ്റൊരു ചോദ്യം: 2008 ഈ ഭേദഗതി നിയമം നിലവിൽ വന്നതെന്ന്? അതായത് IT അമെൻമെൻറ്റ് ആക്ട് 2008 വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 2009 ഒക്ടോബർ 27. ചോദ്യം ഒന്നുകൂടി വായിക്കാം. 2008 IT ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസാക്കിയതെന്ന്? ഉത്തരം 2008 ഡിസംബർ 23. IT അമെൻമെൻറ്റ് ആക്ട് 2008 പാർലമെൻറ്റ് പാസ്ഡ് ഓൺ 2008 ഡിസംബർ 23. 2008 IT ഭേദഗതി നിയമം നിലവിൽ വന്നതെന്ന്? ഉത്തരം 2009 ഒക്ടോബർ 27. IT അമെൻമെൻറ്റ് ആക്ട് 2008 വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2009 ഒക്ടോബർ 27. എല്ലാം ഒന്നുകൂടി വിശദമായി പറയാം. ദ പ്രൈമറി സോഴ്സ് ഓഫ് സൈബർ ലോ ഇൻ ഇന്ത്യ ഈസ് IT ആക്ട് 2000. IT ആക്ട് ഇൻ ഇന്ത്യ വാസ് ഇനാക്റ്റഡ് ഓൺ 2000 ജൂൺ 9. IT ആക്ട് ഇൻ ഇന്ത്യ വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2000 ഒക്ടോബർ 17. IT ആക്ട് ഇൻ ഇന്ത്യ വാസ് അമെൻഡഡ് ഇൻ 2008. IT അമെൻമെൻറ്റ് ആക്ട് 2008 was Parliament passed on 2008 December 23. IT Amendment Act 2008 was came into force on 2009 October 27. അടുത്ത ചോദ്യം: URL stands for. URL എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ശരിയുത്തരം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് URL. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ക്ലാസിഫൈഡ് ആസ് ലോ ലെവൽ ലാംഗ്വേജ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ലോ ലെവൽ ലാംഗ്വേജ്? ശരിയുത്തരം ഓപ്ഷൻ ഡി മാസം. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തൊരു അസംബ്ലറാണ് മാസം എന്നറിയപ്പെടുന്നത്. മൈക്രോസോഫ്റ്റ് മാക്രോ അസംബ്ലർ എന്നതാണ് മാസം എന്നതിൻ്റെ പൂർണ്ണരൂപം. അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ഭാഷയായ ബൈനറിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേരാണ് അസംബ്ലർ എന്ന്.
പ്രധാനമായി ഉപയോഗിക്കുന്ന മറ്റു ചില അസംബ്ലറുകളാണ് ഫാസം, FASM, ഫ്ലാറ്റ് അസംബ്ലർ, അതുപോലെ ടാസം, ടർബോ അസംബ്ലർ എന്നിവ. അടുത്ത ചോദ്യം, DES സ്റ്റാൻഡ്സ് ഫോർ. ഇതിൻ്റെ ശരിയുത്തരം ചോയ്സിലില്ലായിരുന്നു. ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് DES എന്നത്. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ദ പ്രോഗ്രാം ദാറ്റ് മോണിറ്റേഴ്സ് യൂസേഴ്സ് ആക്ടിവിറ്റി ഓൺ ഇൻ്റർനെറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ദാറ്റ് ഇൻഫർമേഷൻ ഇൻ ബാക്ക്ഗ്രൗണ്ട് ടു സംവെയർ എൽസ് ഈസ് ടേംഡ് ആസ്. അതായത് യൂസർ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ആക്ടിവിറ്റികൾ യൂസർ അറിയാതെ ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ മറ്റൊരു വ്യക്തിക്ക് ചോർത്തി കൊടുക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ, സ്പൈവെയർ. യൂസർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന പ്രോഗ്രാമുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് മാൽവെയറുകൾ എന്ന്. മാൽവെയർ എന്നാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ് അർത്ഥം. വൈറസ്, വേംസ്, സ്പൈവെയർ, ആഡ്വെയർ, റാൻസംവെയർ എന്നിവയൊക്കെ മാൽവെയറിന് ഉദാഹരണങ്ങളാണ്. അടുത്തൊരു ചോദ്യം, ദ പ്രോസസ് ഓഫ് റിക്കവറിംഗ് ഡിലീറ്റഡ് ആൻഡ് ഡാമേജ്ഡ് ഫയൽസ് ഫ്രം ക്രിമിനൽസ് കമ്പ്യൂട്ടർ കംസ് അണ്ടർ. ഡിലീറ്റ് ചെയ്തതോ കേടുപാടുകൾ വരുത്തിയതോ ആയ ഫയലുകൾ കുറ്റവാളികളുടെ കമ്പ്യൂട്ടറിൽ നിന്നും റിക്കവർ ചെയ്യുന്ന പ്രക്രിയ ഏത് സംവിധാനത്തിൻ്റെ കീഴിലാണ് വരുന്നത്? ശരിയുത്തരം ഓപ്ഷൻ സി, കമ്പ്യൂട്ടർ ഫോറൻസിക്സ്. അവസാന ചോദ്യത്തിലേക്ക് കിടക്കാം. HTML ഈസ് ആൻ അക്രോണിം. HTML എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ശരിയുത്തരം ഓപ്ഷൻ സി, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് HTML. ഇതുപോലെ പരീക്ഷയ്ക്ക് നിരന്തരം ചോദിച്ചിട്ടുള്ളതും ഇനി സാധ്യതയുള്ളതുമായ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് അക്രോണിംസ് ഞാൻ പറയാം. നിങ്ങളിത് ശ്രദ്ധാപൂർവം റിപ്പീറ്റ് ചെയ്ത് കേട്ടും കണ്ടും മനസ്സിലാക്കുക. ആദ്യത്തേത് ആസ്കി, ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അടുത്തത് അർപ്പാനെറ്റ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. അടുത്തൊരെണ്ണം BCD, ബൈനറി കോഡഡ് ഡെസിമൽ. മറ്റൊരെണ്ണം CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. CDAC, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. CDIT, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി. DBMS, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. CMOS, കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. DES, ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. DLL, ഡൈനാമിക് ലിങ്ക് ലൈബ്രറി. ഒന്നുകൂടി പറയാം. ആസ്കി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അർപ്പാനെറ്റ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. BCD, ബൈനറി കോഡഡ് ഡെസിമൽ. CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. CDAC, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. CDIT, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി. DBMS, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. CMOS, കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. DES, ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. DLL, ഡൈനാമിക് ലിങ്ക് ലൈബ്രറി. ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഫ്ലോപ്സ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. DPI, ഡോട്ട്സ് പെർ ഇഞ്ച്. DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. FAT, ഫയൽ അലോക്കേഷൻ ടേബിൾ. GIF, ഗ്രാഫിക് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ്. GPS, ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഒന്നുകൂടി പറയാം. ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഫ്ലോപ്സ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. DPI,
dots per inch, DSL digital subscriber line, FAT file allocation table, GIF graphic interchange format, GPS global positioning system, GUI graphical user interface, HTML hypertext markup language, IBM International Business Machine, JPEG Joint Photographic Expert Group, XML Extensible Markup Language, SMPS Switch Mode Power Supply, POST Power On Self Test, UPS Uninterrupted Power Supply, USB Universal Serial Bus, VGA Video Graphics Array, DTP Desktop Publishing, UNIVAC Universal Automatic Computer, ENIAC Electronic Numerical Integrator and Calculator, PDF Portable Document Format. ഒന്നുകൂടി പറയാം. IBM International Business Machine, JPEG Joint Photographic Expert Group, XML Extensible Markup Language, SMPS Switch Mode Power Supply, POST Power On Self Test, UPS Uninterrupted Power Supply, USB Universal Serial Bus, VGA Video Graphics Array, DTP Desktop Publishing, UNIVAC Universal Automatic Computer, ENIAC Electronic Numerical Integrator and Calculator, PDF Portable Document Format. ഇനിയും പ്രധാനപ്പെട്ട കുറച്ച് അക്രോണിംസ് കൂടി ബാക്കിയുണ്ട്. അത് തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തുടർന്നും ലഭിക്കുവാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.